മാർത്തോമാ സഭയെക്കുറിച്ച് ഒരു അധ്യാപികയുടെ പിതാവിന് പറയുവാനുള്ളത് കേൾക്കുക. മാർത്തോമാ സഭ കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ നടത്തിയ UP ക്ലാസ്സുകളിലേക്കുള്ള അധ്യാപക ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത ഒരു ഉദ്യോഗാർത്ഥിയുടെ പിതാവ് ITV ന്യൂസിലേക്ക് വിളിച്ച് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കേൾക്കുക. സാറേ, ഞാൻ കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. സാറേ, ഞാൻ വിളിച്ചത് നമ്മളെ ഇന്നലെ മാർത്തോമാ സഭയുടെ UP സ്കൂളിലേക്കുള്ള ടീച്ചേഴ്സിന്റെ സെലക്ഷൻ ആയിരുന്നു. എവിടെ? മാർത്തോമാ സഭയുടെ അവിടെ ഹെഡ് ഓഫീസ് തിരുവല്ലായി. അവിടെ 120 സ്റ്റുഡൻസിനെയാണ് അവിടുത്തെ ഇന്റർവ്യൂവിന് വിളിച്ചത്. 900 പേര് എഴുതിയതിൻ്റെ അത് 120 പേരെ വിളിച്ചു. 120 പേരെ വിളിച്ചതിനകത്ത് ഒറ്റ ദിവസം കൊണ്ടാണ് ഇന്റർവ്യൂ നടന്നത്. 120 പേരെ 120 പേര് ഒറ്റ ദിവസം കൊണ്ട് ഇന്റർവ്യൂ വൈകിട്ട് 5-10 ആയപ്പോൾ തീർന്നു. എത്ര വേക്കൻസികളായിരുന്നുണ്ടായിരുന്നത്? വേക്കൻസി എത്ര എന്ന് പറയുന്നത് 40 പേരുടെ ലിസ്റ്റ് ഇടും എന്നേ പറഞ്ഞോളൂ. അപ്പോൾ സാറേ, ഞാൻ കണക്കൂട്ടിയപ്പോൾ ഒരു കുട്ടിക്ക് 3 മിനിറ്റാണ് കിട്ടുന്നത്. ഈ 3 മിനിറ്റ് കൊണ്ട് ഒരു കുട്ടിയുടെ ടീച്ചേഴ്സിന്റെ പെർഫോമൻസ് അറിയാനായിട്ട് സാധിക്കും. പെർഫോമൻസിൽ എന്ത് കാര്യമിരിക്കുന്നു? ജോലി വേണ്ടവര് നേരത്തെ വേണ്ട പോലെ കെട്ടായിട്ട് കൊണ്ട് കൊടുത്തവരുടെ ലിസ്റ്റ് അവരുടെ കയ്യിലിരിക്കുമ്പോൾ എന്ത് പെർഫോമൻസ്? അതാണ് സാറേ, അത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തിനാണ് സാറേ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് 500 രൂപ വെച്ച് മേടിച്ച് 900 പേരുടെ കയ്യിൽ നിന്ന് 4.5 ലക്ഷം രൂപ കൈക്കലാക്കിയിട്ട് ഒരു നാരങ്ങാ വെള്ളം പോലും ഈ കുട്ടികൾക്ക് രാവിലെ 10 മണി മുതൽ 5:30 മണി വരെ അവിടെ ഇരുന്ന കുട്ടികൾക്ക് അവിടുത്തെ ടീച്ചേഴ്സിന്റെ ലിസ്റ്റിൽപ്പെട്ടവർക്ക് പോലും ടീച്ചേഴ്സിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്ക് പോലും ഒരു ഗ്ലാസ് വെള്ളം പോലും ആ സഭയിൽ നിന്ന് കൊടുത്തിട്ടില്ല. 2, എന്തിനാണ് ഇങ്ങനാണെങ്കിൽ 40 പേരെ വേണമെന്നുണ്ടെങ്കിൽ 40 പേരെ അവരെ വെച്ചാൽ പോരെ. മാർക്ക് ലിസ്റ്റ് പുറത്തു വിടുന്നില്ല. ഇന്റർവ്യൂവിന്റെ മാർക്ക് എത്രയാണ് പുറത്തു വിടുന്നില്ല. ഇനി ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്നത് 4 അച്ഛന്മാരാണ് ഇരുന്നത്. അച്ഛന്മാർക്ക് കുർബാന ചെല്ലാനില്ലാതെ കുട്ടികളുടെ പെർഫോമൻസ് എന്തറിയാൻ സാധിക്കും സാറേ? ഒരു കുട്ടികളോട് പോലും എന്തുവാണെന്നോ എങ്ങനെയാണെന്നോ അവർ ചോദിച്ചില്ല. സാർ മുമ്പേ പറഞ്ഞതാണെങ്കിൽ ശരി, എല്ലാ ലിസ്റ്റും അവരുടെ കയ്യിലുണ്ട്, പിന്നെ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത് എന്നുള്ളതാണ് സാറ് പറഞ്ഞത്. അത് കറക്റ്റായ കാര്യം തന്നെ. പക്ഷെ ഇത് സാറേ, ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ കുട്ടികൾ എങ്ങനെയാ സാറേ രക്ഷപ്പെട്ടു? പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഉയർന്ന കുട്ടികൾ ഇവരെ ഒന്നും പരിഗണിക്കാതെ ഈ വെറും താല്പര്യമുള്ളവരെ മാത്രം എടുക്കുന്ന സിസ്റ്റത്തിലേക്ക് പോകുന്നത് ശരിയാണോ സാറേ? ഇവരൊരു ബൈബിൾ വാക്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന്. അന്നേരം ആവശ്യക്കാരൻ വേണ്ട പോലെ വേണ്ട സ്ഥലത്ത് ചെന്ന് മുട്ടണം. അന്നേരം ബൈബിളൊക്കെ വായിക്കണം. അന്നേരം ഇതുപോലെ ആവശ്യക്കാരൻ വേണ്ട പോലെ വേണ്ട സമയത്ത് നിന്ന് മുട്ടിയാൽ അവന് വേണ്ടി വാതിൽ തുറക്കപ്പെടും. പിന്നെ വേറൊരു കാര്യം, 45 പേരുടെയാണ് ആവശ്യം എന്ന് പറയുന്നു. അന്നേരം ഒന്ന് കണക്ക് കൂട്ടി നോക്കണം. UP അല്ലേ? ഏറ്റവും കുറഞ്ഞൊരു കാര്യം ചെയ്യും, ഒരു 25 ലക്ഷം രൂപ വെച്ച് കൂട്ടുക. 45 × 25 ലക്ഷം എത്ര കോടിയായി? ചില്ലറ കളിയാണോ? ഇത് കൺഫേംഡ് ആയിട്ട് ഇത് ആര് കൊടുത്തിട്ടുണ്ടോ അവർക്ക് സീറ്റ് ഉറപ്പാണ്. അവരുടെ ലിസ്റ്റ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ വാഴക്കൃഷിക്കിടയിൽ ചീരകൃഷി എന്ന് പറഞ്ഞ പോലെ ഏതായാലും ഇതാ. അന്നേരം ഈ പറഞ്ഞ പോലെ 500 രൂപ എന്ന് വെച്ച് കിട്ടിയാലും ഒറ്റ ദിവസത്തെ കച്ചവടത്തിൽ എത്ര കിട്ടി? 4.5 ലക്ഷം രൂപ. ഇവർക്ക് എന്തെങ്കിലും അതിനകത്തൊരു ചെലവുണ്ടോ? പച്ചവെള്ളത്തിന്റെ പോലും ഇവർക്ക് ചെലവില്ല. പിന്നെ സഭ സ്കൂൾ നടത്തുന്നത് ചുമ്മാതാണോ? നാട്ടുകാരെയും വിശ്വാസികളെ നന്നാക്കാൻ വേണ്ടിയാണോ സഭ സ്കൂൾ നടത്തുന്നത്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസികള് സാറേ, ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് സ്കൂളിന് വേണ്ടി പിരിവ് കൊടുക്കുക എന്ന്. മാർത്തോമാ സഭയെ വീണ്ടും പിരിവിന് വേണ്ടി പിന്നെ നോട്ടീസ് വേണ്ടി സഭ സ്കൂളുകൾ നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ പൈസ പിരിക്കണം, പൈസ അയച്ചു തരണം, പൈസ കൊടുക്കണം. ഇതെല്ലാം കൊടുത്തിട്ടും ഒരു കാൻഡിഡേറ്റിന് ഇതാണ് അനുഭവം. വിദ്യാഭ്യാസമ്പന്നരായ വിദ്യാർത്ഥികൾക്ക് ഇതാണ് അനുഭവം. പിന്നെ എന്തിനാണ് സാറേ ഈ സഭയെ വെച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ? നമുക്ക് ടീച്ചേഴ്സ് ലൈക്ക് ക്വാളിറ്റി വേണ്ട, ടീച്ചിങ് സ്കില്ല് വേണ്ട, അവര് നല്ല പഠന മികവോ നല്ല ടീച്ചേഴ്സ് ആകാൻ സാധ്യതയുള്ളവരെ വേണ്ട. ആരുടെ തന്തയുടെ കയ്യിലാണോ കാശുള്ളത്, ചോദിക്കുന്ന പണം എറിയുവാനുള്ളത്, അത് അവന് മാർക്ക് എത്രയായിക്കോട്ടെ, അവന് സംസാരിക്കാനുള്ള ശേഷി ഉണ്ടോ, അവന് സംസാരിക്കാൻ അറിയുണ്ടോ, ബോധമുണ്ടോ എന്നൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്ക് തന്തയുടെ പോക്കറ്റിൽ കാശുണ്ടോ, ഞങ്ങൾ പറയുന്ന രീതിയിൽ കാശായിട്ട് പറയുന്നിടത്ത് കൊണ്ട് തരാൻ പറ്റുമോ? അങ്ങനെയുള്ളവരെ മതി. അങ്ങനെ തരാനുള്ളവർ ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പറയും, പരീക്ഷ ഇത്രയും പേര് എഴുതിക്കുന്ന പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള അറിയാനുള്ള ഒരു അവകാശം ഇല്ല. അങ്ങനൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞങ്ങൾ സഭയുടെ സ്കൂളാ. ഞങ്ങൾ മാർത്തോമാ സഭയുടെ അല്ലെങ്കിൽ ഞങ്ങൾ സഭക്കാർ നടത്തുന്ന കൂതാശ നൈറ്റ് തൊഴിലാളികൾ നടത്തുന്ന ഞങ്ങളുടെ പ്രസ്ഥാനമാണ്. ആരുണ്ട് ഞങ്ങളോട് ചോദിക്കാൻ? ഇവിടുത്തെ സർക്കാർ ഞങ്ങളോട് ചോദിക്കുവോ? ഒരു സർക്കാരും ചോദിക്കത്തില്ല. വിദ്യാഭ്യാസ വകുപ്പ് ചോദിക്കുവോ? ചോദിക്കത്തില്ല. ഒരുത്തനും ചോദിക്കത്തില്ല. ഞങ്ങൾക്ക് തോന്നിയ പോലെ
ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ പറയുന്നതാണ് ഇവിടുത്തെ നിയമം. സൗകര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വരാം, അല്ലാത്തൊരു വരണ്ട. കാശ് തരാനുണ്ടോ? ഉള്ളവരെ ഞങ്ങൾക്ക് മതി. വിശ്വാസം വേറെ, പള്ളി വേറെ, പള്ളിക്കൂടം വേറെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെല്ലാം കാശ് ചെലവുള്ള, ഞങ്ങൾക്ക് എന്തൊക്കെ കാശ് ചെലവുള്ളതാ. ഞങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ട് കാശിന്. ആര് തരും? ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാശ് കിട്ടത്തുള്ളൂ. പൈസയും മേടിച്ചിട്ട് അവരുടെ തന്നിഷ്ടത്തിന് അവരുടെ കാര്യങ്ങൾ നടത്താൻ അവരെ സാറ് പറഞ്ഞ കണക്ക് കുപ്പായം പൊക്കുന്നവർക്ക് മാത്രം ജോലി കൊടുക്കും. എല്ലായിടത്തും കാശ് താൻ മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞ പോലെ കാശുണ്ടോ ബാക്കി ഒരു പ്രശ്നവുമില്ല. അവന് ആരായിക്കോട്ടെ, അവന് ഏത് ജാതി ആയിക്കോട്ടെ, മതം ആയിക്കോട്ടെ, എന്തവനായിക്കോട്ടെ, കാശുണ്ടോ? എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് എത്ര കൊല്ലം ഇതേപോലെ അടിമപ്പണി ചെയ്യണം? അവൻ എന്ന് ശമ്പളം കിട്ടുമെന്നോ, എന്ന് കൺഫർമേഷൻ കിട്ടുമെന്നോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ 10-40 ലക്ഷം രൂപ ക്യാപിറ്റേഷൻ കൊടുത്ത് അത് കള്ളപ്പണമായിട്ട് കാശായിട്ട് കൊടുത്തിട്ട് യാതൊരു തെളിവുമില്ലാതെ 2, 3, 4, 5, 6 വർഷം 1 രൂപ ശമ്പളമില്ലാതെ പട്ടിപ്പണി എടുത്തിട്ട് ചൂതാട്ടം പോലെ ഒത്താലൊത്തു. ആ കാശ് കൊടുക്കാൻ ഞങ്ങൾ മൊണ്ണങ്ങളുണ്ടെന്നേ. സാറേ, ഇതിനെതിരെ സാറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഭാഗം ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടാകാൻ? എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പറ്റാവുന്നത് ഇത് ജനങ്ങളുമായിട്ട് പങ്കുവെക്കാതേ ഉള്ളൂ. ജനങ്ങൾ ഇതൊന്നും അറിയട്ടെ സാറേ. ഇത് കൊടുക്കുമ്പോൾ വേറെ തമാശ ഉണ്ടാകുന്നതിനെന്നറിയാമോ? ഇപ്പം ഇവരെ സംബന്ധിച്ചോളം ഇപ്പം ഉണ്ടാകാൻ പോകുന്ന പറഞ്ഞാൽ, ഇപ്പം നമ്മളിത് വാർത്തയായിട്ട് വിടുമ്പം മാർത്തോമാ സഭയിലെ സ്കൂളിൽ UP ടീച്ചർമാരെ ആവശ്യമുണ്ട് എന്ന് ഉള്ള മനസ്സിലാക്കി ഈ 10-40 ലക്ഷം രൂപ കൊടുക്കാനുള്ള വേണ്ട, ഞങ്ങൾ 40 അല്ല 50 തരാമെന്ന് പറഞ്ഞ് മുണ്ണകൾ, സർട്ടിഫൈഡ് മുണ്ണകൾ പാഞ്ഞു വരും. അവരെന്ന് പറയും, നിങ്ങളുടെ എത്ര മിനിമം താരിഫ് 25 ഞങ്ങൾ 50 തരാൻ റെഡിയാണ്, ഇപ്പം തരാം, കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞ് മുണ്ണകൾ കൂടുതൽ ഓടിച്ചില്ല. അന്നേരം ഇവന്മാർക്ക് ആകെ വെപ്രാളമാവും. എടാ ഇഷ്യൂ ഇത് 25 പറഞ്ഞ് ഉറപ്പിച്ച സാധനം അവന്മാർ ഈ തരവഴി കാണിക്കാൻ അവരെ നിർബന്ധിതരാകും. കാരണം കാശെന്ന് പറയുമ്പോൾ അവന്മാർ വീണ്ടും എന്ത് ചെയ്യും? ഈ 25 കൊടുക്കാമെന്ന് പറഞ്ഞവനോട് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഇത് മേടിക്കും. ഇതിനുള്ള സാധ്യതയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ ഞാനൊരു വാർത്ത കൊടുക്കുമ്പോൾ. അല്ലാതെ ഇതുകൊണ്ട് ഇവൻ നന്നാവുമോ? ദൈവം തമ്പുരാൻ വിചാരിച്ചിട്ട് നന്നിട്ടുണ്ടോ? ടെസ്റ്റ് നടത്തിയതിന് മാർക്ക് അറിയിക്കാനുള്ള ഒരു ബാധ്യത അങ്ങനെയെങ്കിലും വേണ്ടേ? ഇല്ലെന്ന് ഞങ്ങൾക്ക് പറ്റത്തില്ലെന്ന്. ഞങ്ങൾ സഭക്കാരാ, ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ വിദ്യാഭ്യാസ കച്ചവടം നടത്താൻ നിങ്ങളൊന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഇതാണ് ഞങ്ങൾ എത്രയോ കാലങ്ങളായി ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ? ഇല്ല. ഞങ്ങളുടെ കച്ചവടം ഇങ്ങനെ സൗകര്യമുള്ളവൻ വന്നാൽ മതി, കാശുണ്ടോ ഉള്ളവന് അധ്യാപനായ മതി എന്നേ. അല്ലാത്തവർക്ക് വേറെ എന്തൊക്കെ ഇവിടെ പണിയുണ്ട്? M.Ed ഒക്കെ ഉള്ളവർ വേണേ ഇപ്പൊ സ്വിഗ്ഗി വരെ ഓടാകുമ്പോ സ്വിഗ്ഗി മനസ്സിലായില്ലേ? 2 വീലർ ഓടിക്കാൻ പഠിച്ചാൽ മതി. MSc M.Ed ഫസ്റ്റ് റാങ്കോ നല്ല ടോപ്പ് മാർക്കറ്റോ ഒന്നും ഉണ്ടെങ്കിൽ ഞങ്ങൾ അവർക്കൊന്നും ജോലി കൊടുക്കത്തില്ല. അവർക്ക് വല്ല സ്വിഗ്ഗി ഓടുകയോ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ അവർ പോട്ടെ, കാശുള്ളവർ പഠിപ്പിക്കട്ടെ. സ്കൂളുകളെല്ലാം നശിച്ചു പോകുന്നത്. സ്കൂൾ നശിച്ചാൽ ഞങ്ങൾക്ക് എന്താ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏതാണ്ട് ഒരു ആയുഷ്കാലത്തോളം ഞങ്ങൾക്ക് സൂഹിക്കണം, ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കണം. ഞങ്ങൾക്ക് വേണ്ടുന്ന ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഈ അധ്യാപകരാകാൻ വേണ്ടി 1.5 കോടി രൂപ വരെ തരാൻ, ഇവൻ +2-നൊക്കെ സീറ്റ് കിട്ടുമെങ്കിലേ 1.5-2 കോടി വരെ ഞങ്ങൾ പൈസ തരാൻ ആൾക്കാർ ഞങ്ങൾക്കുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എന്താ പ്രശ്നമൊന്ന്? ഞങ്ങൾ പറയുന്നതിനപ്പുറത്ത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളോ സർക്കാരോ വിദ്യാഭ്യാസ വകുപ്പോ നിൽക്കത്തില്ല. ഞങ്ങൾ പറയുന്ന താളത്തിനകത്ത് അവർ തുള്ളും. ഞങ്ങൾ പറയുന്നതാണ് നിയമം. സൗകര്യമുള്ളവർ വന്നാൽ മതി. ഗവൺമെന്റ് സാലറി കൊടുത്തോളം ഞങ്ങൾ എടുക്കും. ഞങ്ങൾ പൈസ മേടിക്കും, ഞങ്ങൾ എല്ലാം ഇവിടെയും ഞങ്ങൾ കൊടുക്കും. സർക്കാർ ശമ്പളവും കൊടുക്കണം, പെൻഷനും കൊടുത്തോണം, ബാക്കിയുള്ള എല്ലാം കൊടുത്തോണം. അതൊന്നും ഞങ്ങളെ പറ്റത്തില്ല. കൊടുക്കുക എന്നൊരു പരിപാടി ഞങ്ങളുടെ നിങ്ങോട്ടില്ല. ഞങ്ങൾ മേടിക്കുക. രൂപത കേട്ടിട്ടില്ലേ? ഞങ്ങൾ ഇങ്ങോട്ട് രൂപത എന്നാലും ഞങ്ങളെ മനസ്സിലാക്കിയില്ലോ എന്നുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങൾ നവീകരണം ഇങ്ങനെയൊക്കെയാണ്. നവീകരണത്തിനൊക്കെ എന്ത് ചെലവാണെന്നറിയോ? നവീകരണം ഉണ്ടാകാൻ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന നവീകരണം. ശമ്പളം കിട്ടില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ഞങ്ങൾക്ക്. ഞങ്ങളുടെ മോള് ഇന്നടുത്ത ടീച്ചറാന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സംഭവമാണ്. ശമ്പളമൊന്നും വേണ്ട. പിള്ളേരുടെ കല്യാണങ്ങളൊക്കെ നടക്കണ്ടേ സാർ? അതുകൊണ്ടായി പറയുന്നു, ജോലി കിട്ടിയാൽ എന്തെങ്കിലും കല്യാണം നടക്കും. സാർ ഞങ്ങളെ സംബന്ധിച്ചത് ഞങ്ങളുടെ പരിപാടികൾ ഇങ്ങനെയൊക്കെയാണ്. മാർത്തോമാ സഭയിലായിട്ടും ഇതുവരെ അച്ഛൻ ഇതൊന്നും അറിയാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് സാറേ ഇതൊക്കെ മനുഷ്യരെന്ത് നല്ലത് നോക്കി എടുക്കും എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ചിന്ത. സാറ് പറഞ്ഞപ്പോൾ കുറെ കൂടെ മനസ്സിലായി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. കാശുള്ളവന് കയറാൻ, കാശില്ലാത്തവർ കയറാക്കത്തില്ല. നല്ലതിനെ ആർക്ക് വേണം? നമുക്ക് വേണ്ടുന്നത് കൈ കാശുണ്ടോ? കാശ് കൈ തരുവാണെങ്കിൽ ജോലി തരാം. പിന്നല്ലാതെ നല്ലതിനെ എടുത്തിട്ടും നല്ല ആളുകളെ, നല്ല അധ്യാപകരെ കിട്ടിയുകൊണ്ടും അവർ നല്ലതായിട്ട് പഠിപ്പിച്ചുകൊണ്ടും നമുക്ക് എന്തോ കിട്ടും? നമുക്കതും കൊണ്ടൊരു നേട്ടം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടം എന്താണെന്ന് വെച്ചാൽ എന്താ? അപ്പൻ്റെ ഈ കാശുള്ള പിള്ളേരും മതി ഞങ്ങൾക്ക്.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.